ഓരോ ദിവസവും കൗൺസിലിങ്ങിനായി അനേകം പേരെത്തുകയാണ്. അതുപോലെ ശനിയാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ എത്തുന്ന മനുഷ്യർ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. നിരവധിയായ ആവശ്യങ്ങൾ ഗാഡലുപ്പ മാതാവ് വഴി ഈശോ സാധിച്ചു കൊടുക്കുകയാണ്. രോഗങ്ങൾ മാറുന്നു, പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകുന്നു, തടസ്സങ്ങൾ മാറുന്നു. ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. പരിശുദ്ധ അമ്മയുടെ ഗാഡലുപ്പ മാതാവിൻ്റെ അനുഗ്രഹം തേടാം. നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ആലയത്തിലേക്ക് ക്ഷണിക്കുന്നു. കൈയുടെ വരം എനിക്ക് അനക്കാൻ മേലായിരുന്നു. കൈ പൊക്കുമ്പോഴേ മസിലിന് പിടുത്തം പോലെ പാത്രമൊക്കെ കൈ താഴെ പോകും. ഇപ്പോൾ എനിക്ക് ഞാൻ എന്നും നവേന ചൊല്ലി എണ്ണ തേച്ചു ഇപ്പം കുറവുണ്ട്. ഒരു 10-12 വർഷമായി. കൈ പൊക്കാൻ വരായിരുന്നു. ഇവിടത്തിനാണ് ഇങ്ങനെ എന്തെങ്കിലും കയ്യിൽ മസിലങ്ങോട്ട് കൈയുടെ ഓരോ ഊരി പോകുമായിരുന്നു. ഒരാഴ്ച എറണാകുളത്ത് പോയി തിരുമിച്ചു, എന്നിട്ടും കുറഞ്ഞില്ല. പിന്നെ തിരുവല്ലായ്ക്ക് പോയി, എന്നിട്ടും കുറഞ്ഞില്ല. ഞാൻ നവേന ചൊല്ലി പ്രാർത്ഥിച്ചു, മാതാവിനും ഉണ്ണിമിശിഹായോടും പ്രാർത്ഥിച്ചു. അവളുടെ കൈയുടെ ഓരം ഇറങ്ങിപ്പോയിട്ട് ഇപ്പം കൈ പൊക്കാവെന്ന് പറഞ്ഞു. ഞാൻ അവൾക്ക് വേണ്ടി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. ഞാൻ വീട്ടിലിരുന്ന പ്രാർത്ഥിക്കുന്നത്. അവൾ വേറെയാണ്, അവളുടെ വീട് മാനൂരാണ്. അവൾക്ക് കൈയുടെ ഓര ഇറങ്ങിപ്പോയിട്ട് ഒത്തിരി മരുന്ന് ചെയ്തിട്ടും ഒന്നും കുറഞ്ഞില്ല. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഇപ്പം കൈ പൊക്കാവെന്ന് പറഞ്ഞു. എണ്ണ കൊടുത്തായിരുന്നോ? എണ്ണ ഞാൻ ചെയ്ത് അവൾക്ക് കൊടുത്തില്ല. പ്രാർത്ഥിച്ചായിരുന്നോ? ശരി, പഠിച്ചു കഴിഞ്ഞു, ജോലി ശരിയായില്ല. അതുകൊണ്ട് അവനെ മൊബൈൽ എപ്പോഴും എടുത്ത് ഉപയോഗിച്ചിരിക്കുക, പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. ഇങ്ങനെ ഞാൻ അവന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുക, മുട്ടൊന്ന് പ്രാർത്ഥിക്കുക, വിശ്വാസം വർദ്ധിക്കണേ, പിടിച്ചിരിക്കാൻ ജോലി കൊടുക്കണേ. എന്തായാലും ഒരു മാസമായിട്ട് അവനെ ഒരു ചിപ്സ് കമ്പനിയിൽ സെയിൽസ്മാനായിട്ട് പോവുക വണ്ടിയിൽ. അതുകൊണ്ട് അവൻ്റെ വിശ്വാസം പള്ളി പോകുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ കുടുംബനാഥനായി പ്രാർത്ഥിക്കാൻ കാര്യം. എത്ര നാളായിരിക്കും അവന്? ചെറുപ്പം മൊബൈൽ ഉപയോഗിക്കും. അത് കുറഞ്ഞതിൻ്റെ ഇപ്പം പ്രാർത്ഥിക്കാൻ എനിക്ക് താല്പര്യമായി, പള്ളി പോകാനും താല്പര്യമില്ല. വിശ്വാസം തൊട്ട് വന്നത് അത് തന്നെയാണ് ചേട്ടാ. അതാണ് വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഏറ്റവും വലുത് അല്ലേ? ഒരു വലിയ അത്ഭുതം നടക്കുന്നേക്കാൾ ഇതല്ലേ വലുത്. നല്ലൊരു കൈയടി കൊടുത്തേ. വിശ്വാസത്തിൽ കുറച്ച് വളരുന്നു എന്നുള്ള എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. എൻ്റെ കൊച്ചിൻ്റെ പേര് ഐവിൻ. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്നു. ഞങ്ങളിവിടെ പല പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴൊരു അത്ഭുതമായ രോഗശാന്തിയുടെ സൗഖ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കൊച്ചിനെ ഭയങ്കര ചുമയും ജലദോഷമായിട്ട് തന്നെയാണ് ഞാൻ 2 വർഷമായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പം അതൊന്നും ഭേദമാകുന്നില്ലായിരുന്നു. അച്ഛൻ പറഞ്ഞ കുഴപ്പമില്ല, ഈ കൊച്ചിന് ഉറങ്ങാൻ പോലും പറ്റുകയില്ലായിരുന്നു. ഒരു ദിവസം അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് അവനധികം താമസിക്കാതെ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ വൈദ്യന് സിദ്ധി കൊടുക്കുന്ന കർത്താവേ, എൻ്റെ കുഞ്ഞിൻ്റെ രോഗം എന്നാണെന്ന് മനസ്സിലാക്കി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. വെറുതെ ഒരു ആയുർവേദ വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ പുള്ളിക്കാരൻ കുഞ്ഞിൻ്റെ തന്നെ കൈ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, കൊച്ചിൻ്റെ മൂക്കിൽ ദശ വളർന്ന് നിൽക്കുന്നതാണ്, അതാണ് കൊച്ചിന് ഭയങ്കരമായിട്ട് ഉറക്കത്തിന് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഞാൻ അപ്പം ഇംഗ്ലീഷ് മരുന്ന് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞങ്ങൾക്ക് 24 വർഷം കുട്ടികൾ ഉണ്ടാകാതിരുന്നിട്ടുണ്ടായ ഒരു കുഞ്ഞാണ്. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു 24 വർഷം കഴിഞ്ഞാൽ എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 24 വർഷം കഴിഞ്ഞാണ് ഇവൻ ഉണ്ടാകുന്നത്. അപ്പൊ ഇവന് ഉണ്ട്. ഇവിടെ വരുന്നവരും എല്ലാവരും ചോദിക്കാറുണ്ട് മകന്റെ ആണോ മകളുടെ ആണോ എന്നൊക്കെ. പക്ഷെ ദൈവം അങ്ങനെ എനിക്ക് അത്ഭുതകരമായിട്ട് കുഞ്ഞിനെ തന്നു. അവൻ വേറെ കുഴപ്പമൊന്നുമില്ല, ആരോഗ്യപരമായ ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു ഡോക്ടർക്കും മനസ്സിലായില്ല
മിക്കപ്പോഴും ജലദോഷമായിട്ട് ആശുപത്രി കൊണ്ടുപോയി ഒരു ഡോക്ടർക്ക് മനസ്സിലായില്ല. ഇവിടെ വന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു കൊച്ചിനെ ഓരോ ഓപ്പറേഷൻ ചെയ്യേണ്ട. ആരും പറഞ്ഞ് അതിനൊന്നും ആവശ്യം വരികയല്ല, കൊച്ചിൻ്റെ മൂക്കിലെ ഇപ്പം ദൈവം കൃപയാൽ മാറ്റിയിരിക്കുമെന്ന് പറഞ്ഞു. അന്നേരേക്ക് പിന്നെ ആ മൂക്കിലെ ദശയില്ല, ഇപ്പം പോയി, ഒരു കുഴപ്പമില്ല. 1 മാസമായിട്ട് വെച്ച് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബുധനാഴ്ച പ്രാർത്ഥന വരാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ ചൊവ്വാഴ്ച വൈകിട്ട് എനിക്ക് വയറുവേദനയുടെ ഇടയിൽ എനിക്ക് എണീറ്റ് നടക്കാൻ പോലും വയ്യാതെ ഞാൻ കിടപ്പായി പോയി. അപ്പം ഞാൻ നമ്മുടെ അച്ഛൻ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പോലെ നമ്മുടെ അച്ഛൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കാലിൻ്റെ നഖം തൊട്ട് നെറുക വരെയും പിന്നെ നമ്മുടെ സന്ധിബന്ധങ്ങളെയും പിന്നെ രക്തത്തെ മാംസത്തെ നമ്മുടെ ബുദ്ധിയെ വിവേകത്തെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഈ നഖം തൊട്ട് മുടി വരെയുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾ ആവർത്തിച്ച് ചൊല്ലണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ അതുകൊണ്ട് ചൊല്ലി, കർത്താവെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കണം, എനിക്ക് കുഞ്ഞു വെച്ചാണ്. അപ്പൊ അത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ നഖം തൊട്ടുള്ള പ്രാർത്ഥന ആ കിടന്ന കിടപ്പിൽ ഒരു 10 പ്രാവശ്യം ചൊല്ലി. എന്നിട്ട് ഞാൻ വെള്ളിയാഴ്ച ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അച്ഛൻ ആ എണ്ണ വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 6 പ്രാവശ്യം ദിവസം 6 പ്രാവശ്യം നെറ്റിയിലും ഈ രോഗബാധിതമായ സ്ഥലത്തും എല്ലാം കുരിശ് വരച്ച് പ്രാർത്ഥിക്കാം, മാതാവിൻ്റെ നൊവേനയിൽ ചെല്ലാൻ പറഞ്ഞു, 10 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ആശുപത്രിയിൽ പോയ സ്കാനൊക്കെ ചെയ്തു, ഇപ്പോഴത്തെ കാലമല്ലേ എന്ന് പറഞ്ഞു. ഞാനൊരു സ്കാനിനും പോയില്ല. സ്കാൻ ചെയ്താൽ തന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടർമാർ ലാസ്റ്റ് പറയുമല്ലോ, ഞങ്ങൾക്ക് ഇനിയൊന്നും ചെയ്യാനില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ പ്രാർത്ഥന ഇപ്പം തന്നെ നമ്മളങ്ങ് ചൊല്ലി, എനിക്കൊരു കുഴപ്പമില്ലാതെ ഇപ്പം ഞാൻ എല്ലാ ദിവസവും